അപ്പൊ ഇന്ന് ഇപ്പൊ ഞങ്ങൾക്ക് ഇത് കിട്ടും. എന്ത് കിട്ടുക? പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ. ക്വാളിഫിക്കേഷൻ ഒന്നും ഒരു പ്രതീക്ഷയില്ലാത്ത ടീമല്ല. എന്ത് പ്രതീക്ഷയില്ല? ഞങ്ങള് എന്തിനാ കഴിഞ്ഞ 5 കളികൾ തുടർച്ചയായി പൊട്ടി ടീമിന് അതിന് മുമ്പ് തുടർച്ചയായിട്ട് കുറെ കളികൾ ജയിച്ചു വന്നാണ്. അതുകൊണ്ടെന്താ കാര്യം? അപ്പൊ ഞങ്ങൾക്ക് എന്തും സാധിക്കും എന്നാണ് കാണിച്ചത്. ഒന്നും സാധിക്കൂല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ബാക്കിയുള്ള ടീമുകൾക്ക് ഒരു പ്രതീക്ഷ തേങ്ങാൻ വേണ്ടി ഞങ്ങളൊന്ന് തോറ്റു. ബൗളിംഗ് നല്ലോണം കിട്ടും. അത് പണ്ടും കിട്ടിയിരുന്നു. ഇപ്പൊ കിട്ടുമ്പോ അത് കവർ ഞങ്ങളെ ബാറ്റിംഗ് കൊണ്ട് ബാറ്റിങ്ങിന് ചെറിയ എന്തോ കുറച്ച് സമയത്തേക്ക് എന്തോ ഒരു പറ്റി. കുറച്ച് സമയമൊന്നുമല്ല. ഒരു നല്ലോ ഒന്നുമില്ല. ഫീൽഡിങ്ങില് ഇന്നിപ്പോ മറ്റേ സൂപ്പർ ഗ്ലൂ വാങ്ങാൻ പോയിന്ന് പറഞ്ഞു പോണ്ടിങ്. ഇവരന്മാരെ കൈമതൊന്നും ഒട്ടിച്ചു അത് മൊത്തത്തിൽ ഒരു തോൽവി വരുമ്പോ ഡൗൺ ആകണ്ടാണ്. അതൊക്കെ ഞങ്ങൾക്ക് ശരിയാക്കാൻ അറിയാം. അതിനനുസരിച്ചുള്ള കോച്ചിങ് സ്റ്റാഫ് ഉണ്ട്. അതിനനുസരിച്ചുള്ള കോച്ചിങ് സ്റ്റാഫും ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. അത് ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതല്ലേ. 5 എണ്ണം ആയിക്കോട്ടെ. ഞങ്ങൾ ഇന്ന് ജയിക്കുന്നു. ഞങ്ങളെ പ്രതീക്ഷകൾ ഞങ്ങൾ ജയിക്കുന്നു. ഒന്നുമില്ല. ഞങ്ങൾ ജയിക്കുന്നു. അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കേണ്ട പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നു. അത്രേ ഉള്ളൂ. അത്രേ നടക്കാൻ പോകുന്നത്. ഞങ്ങൾ പ്രിയാൻഷാരും പ്രഫ്സിമ്രാനൊക്കെ ഫോമായ ഞങ്ങളെ എടുക്കാണ്ടാവൂല. മുമ്പായിരുന്നു. അതേപോലെ ഇന്ന് അതിനുള്ള ദിവസമാണ്. ഞങ്ങൾക്ക് ഡു ഓർ ഡൈ ആണ്. അതാണ് എല്ലാ കളിപ്പോ നിങ്ങൾക്ക് അതാണല്ലോ. 1 or 2 കളി മോശമാവുകയാണെങ്കിൽ ഓക്കെ. ഇതല്ലല്ലോ. എല്ലാ കളികളും 4-5 അടുപ്പിച്ചാണേ. ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് കഴിഞ്ഞാൽ ഒരു മാസമായി നിങ്ങൾ ജയിച്ചിട്ട്. ഒരു മാസം. ആയിക്കോട്ടെ. നിങ്ങൾ ഈ ജയിച്ചിങ്ങനെ പോകുമ്പോ കോഹ്ലി കഴിഞ്ഞില്ലേ? സെഞ്ചുറി അടിക്കും. ഒരു ടീമിലും ജയിപ്പിക്കും. പിന്നാലെ വരുന്ന പട്ടിദാറാണെങ്കിലും പഠിക്കലാണെങ്കിലും ഡേവിഡ് ആണെങ്കിലും ഞങ്ങള് ഹർഷദീപ് ഒക്കെ രണ്ടാളും ഫോം ആയാൽ തന്നെ നിങ്ങൾ കഴിഞ്ഞു. ഹർഷദീപിന്റെ ഇപ്പൊ ഇന്ന് കിട്ടും. എന്ത് കഴിഞ്ഞ കളിയിൽ ഫോമിലാണ്? ഏതോ 1-2 കളി എല്ലാ കളിയിലും കിട്ടലാണ്. ഈ കളിയിലും കിട്ടും. എന്ത് കിട്ടല്? മുട്ടണ്ടലോട് മുട്ടിയാ കിട്ടും. 1 or 2 കളിയാണ് ആ ചെങ്ങായി ആകെ മര്യാദ. ഓ മറ്റേ 5 കളി തോറ്റപ്പോഴേക്കും നിങ്ങൾക്കിങ്ങനെ പൊന്തി വരാണ്. 1 or 2 കളിയാണ് ആദ്യം പഞ്ചാബ് എന്ന് പറഞ്ഞാ പേടിച്ച് ഓടുന്ന ഞങ്ങൾക്കൊരു പേടി തരണ്ടായിട്ടില്ല. കഴിഞ്ഞ ഫൈനലിൽ നമ്മള് കണ്ടല്ലേ. കഴിഞ്ഞ സീസണത്തല്ല, ഈ സീസണത്തെ വർത്താനം. ഈ സീസണത്താണ് ഇപ്പൊ പറഞ്ഞ 5 തോറ്റത്. ഇന്നിപ്പോ കഴിഞ്ഞ ഫൈനൽ നിങ്ങൾ വലിയ ടീമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കാറ്റ് വെച്ച് വിട്ടല്ലേ. അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളെന്നും ഞങ്ങളെ താഴത്ത് നിൽക്കുന്ന ടീമാണ്. ഒരു കപ്പ് കിട്ടിയതെന്നാ നിലവിലെ ചാമ്പ്യന്മാരാണ്. കഴിഞ്ഞ സീസണിലല്ലേ അതുവരെ ഞങ്ങളെ ടീമിന്റെ കോർ അതുപോലെ നിലനിർത്തി ഈ സീസണിലും അമ്മായിരിക്കും. ഞങ്ങളെ ബൗളിംഗ് ഇങ്ങനെ ബൗളർമാരൊന്നുമല്ല. ഹേസൽവുഡ്, ഭുവനേശ്വർ കുമാർ, കണ്ടതാണ്. അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. അത്രക്കെ തന്നെ ഉള്ളൂ. വെറുതെ പൊക്കി പറഞ്ഞ് അടിച്ചു പൊട്ടിച്ചിട്ടില്ല. IPL ഹേസൽവുഡ് വേറെ ലെവലാണ്. ചെറിയ ചക്കരൊക്കെ അടിച്ചു പൊട്ടിച്ചല്ലേ? ഏത് ചെറിയ ചക്കനാകെ എന്താ ഒരു 4 അടിച്ചു ആരും പറഞ്ഞത്. ബാക്കി എല്ലാരും 6 അടിച്ച് നിൽക്കുമ്പോ മൂപ്പരടിച്ചിരിക്കുന്ന ഒരു 4 ആണ്. അതിനാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ എനിക്ക് പഞ്ചാബ് എന്ന് പറയുമ്പോ തന്നെ കളി തമാശയാണ്. ആകെ നമുക്ക് കളി കാണുമ്പോ കാണാം പഞ്ചാബിന്റെ വില എന്താ. പഞ്ചാബിൽ നിന്ന് കാണാം.